ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച LED ബൾബ് ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു വയറിംഗ് കഷ്ണം മാത്രമാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഈ ചെറിയൊരു വയറിംഗ് കഷ്ണം എടുക്കുക, രണ്ട് സൈഡ് ഇതേപോലെ റെഡിയാക്കി എടുക്കുക. സിമ്പിളാണ്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. കേട്ടോ, ടൈറ്റ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ സിമ്പിളായിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു വയറിംഗ് കഷ്ണം എടുത്തിട്ട് നമ്മൾ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യണം. ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് ലൈൻ കണ്ടല്ലോ, ഈ രണ്ട് ലൈൻ ഇതിങ്ങനെ മുട്ടിച്ച് നോക്കുക. ഇവിടെ രണ്ട് ലൈൻ കാണാം. ഇവിടെ ഈ സൈഡിലായിട്ട് ഇതേപോലെ രണ്ട് ലൈൻ ഇതേപോലെ മുട്ടിച്ച് നോക്കുക. ബൾബ് കത്തുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ അടുത്ത ലൈൻ കണക്ട് ചെയ്യുക. ബൾബ് പ്രകാശിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇവിടുത്തെ സർക്യൂട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ബൾബ് ഉറപ്പായിട്ടും പ്രകാശിക്കുന്നതായിരിക്കും. സിമ്പിൾ മെത്തേഡാണ്. അതിനുശേഷം നമ്മൾ ഇത് തമ്മിൽ നമുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഏകദേശം. അതിനുശേഷം നമുക്ക് ഒന്നെങ്കിൽ ഇതിങ്ങനെ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം വല്ല സെല്ലോ ടേപ്പോ പലതും വെച്ച് ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്യാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് വെച്ച് സോൾഡർ ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുന്നതായിരിക്കും. ഞാൻ പരീക്ഷിച്ച് നോക്കി, സക്സസ് ആയ കാര്യമാണ്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. ഇതിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ബൾബ് മാറ്റുക, വേറെ രക്ഷയില്ല. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. അപ്പോൾ സാധാരണ നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻ അല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആരും ഈ ബൾബ് ഫീസായെന്ന് പറഞ്ഞെടുത്ത് ഉപേക്ഷിക്കരുത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, ഞാനത് സോൾഡറിങ് എക്യുപ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഒട്ടിച്ച ഭാഗം മാത്രം കത്തത്തില്ല, ബാക്കി എല്ലാ ബൾബും കത്തും.